പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 8-ൻ്റെ ചാപ്റ്റർ 1-ലെ സ്ക്വയർ നമ്പേഴ്സ് എന്നുള്ള പോർഷനാണ്. ഇതിനു മുമ്പുള്ള ഫസ്റ്റ് പോർഷൻ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അതുപോലെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ് സ്ക്വയർ നമ്പേഴ്സ് എന്നുള്ളത് നമുക്ക് പഠിക്കാം. വൈ ആർ ദ നമ്പേഴ്സ് 1, 4, 9, 16 കോൾഡ് സ്ക്വയേഴ്സ്? എന്തുകൊണ്ടാണ് ഈ നമ്പേഴ്സിനെ സ്ക്വയേഴ്സ് എന്ന് വിളിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു 1, 4, 9, 16, 25 ഇതിനെയെല്ലാം സ്ക്വയർ നമ്പേഴ്സ് അല്ലെങ്കിൽ സ്ക്വയേഴ്സ് എന്നാണ് വിളിക്കുന്നതെന്ന് പഠിച്ചു അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്? വി നോ ദാറ്റ് ദ നമ്പർ ഓഫ് യൂണിറ്റ് സ്ക്വയേഴ്സ് ഇൻ എ സ്ക്വയർ ഈസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് സൈഡ്. അപ്പോൾ നമുക്കറിയാം ഒരു സ്ക്വയറിനകത്ത് യൂണിറ്റ് സ്ക്വയേഴ്സിൻ്റെ നമ്പർ എന്തായിരിക്കും? പ്രൊഡക്റ്റ് ഓഫ് ഇറ്റ്സ് സൈഡ്സ്. ആ സ്ക്വയറിൻ്റെ സൈഡുകളുടെ പ്രൊഡക്റ്റ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഈ തന്നിരിക്കുന്ന സ്ക്വയറിനകത്ത് എത്ര യൂണിറ്റ് സ്ക്വയേഴ്സ് ഉണ്ടോ, ഇവിടെ ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4, 5, 10, 15, 20, 25. 25 സ്ക്വയർ യൂണിറ്റ്സുകൾ ഈ സ്ക്വയറിനകത്തുണ്ട്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ സൈഡുകളുടെ പ്രൊഡക്റ്റ് ആയിരിക്കും. അതായത് ഈ സൈഡ് 5 യൂണിറ്റ്സ് ആണ്, ഈ സൈഡും 5 യൂണിറ്റ്സ് ആണ്. അപ്പോൾ 5 × 5 ചെയ്താൽ 25 എന്ന് കിട്ടും. കണ്ടോ? ദ ടേബിൾ ബിലോ ഗിവ്സ് ദി ഏരിയ ഓഫ് സ്ക്വയേഴ്സ് വിത്ത് ഡിഫറെൻറ്റ് സൈഡ്സ്. അപ്പോൾ ഇവിടെ സൈഡ് ലെന്ത് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്ക്വയറിൻ്റെ ഏരിയാസ് നമുക്ക് തന്നിട്ടുണ്ടെന്ന് നോക്കിയേ. സൈഡ് ലെങ്ത് 1 യൂണിറ്റ് ആണ്. അപ്പോൾ ഏരിയ എന്തായിരിക്കും? 1 × 1 = 1 സ്ക്വയർ യൂണിറ്റ്. അതാണ് മുകളിൽ പറഞ്ഞത് സൈഡുകളുടെ സ്ക്വയറിന് ഈക്വൽ ആയിരിക്കും എന്ന് പറഞ്ഞത്. ഇനി 2 സൈഡ് ലെങ്ത് ഉള്ളതിൻ്റെ ഏരിയ എന്താണ്? 2 × 2 = 4 സ്ക്വയർ യൂണിറ്റ്. അങ്ങനെ ഓരോ ലെങ്തിനെയും ഇപ്പോൾ 3 ആണെങ്കിൽ 3 × 3 ചെയ്യുന്നു, 4 ആണെങ്കിൽ 4 × 4 ചെയ്യുന്നു. അങ്ങനെ നമുക്ക് സ്ക്വയറിൻ്റെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സൈഡ് × സൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്ക്വയറിൻ്റെ ഏരിയ കിട്ടും. വി യൂസ് ദ ഫോളോയിങ് നൊട്ടേഷൻ ഫോർ സ്ക്വയേഴ്സ്. ഓക്കെ, 1 × 1 നമുക്കിവിടെ 1 ആണ്. അപ്പോൾ അതിനെ നമ്മൾ 1 എഴുതിയിട്ട് മുകളിൽ ഒരു 2 കൊടുക്കും. ഇതിനെ നമ്മൾ 1 സ്ക്വയർ എന്നാണ് വിളിക്കുന്നത് കേട്ടോ. 1 സ്ക്വയർ. ഇത് 2 സ്ക്വയർ. 2 സ്ക്വയർ ഈസ് 4. 3 × 3 എന്ന് പറയുന്നത് 3 സ്ക്വയർ, ദാറ്റ് ഈസ് 9. 4 × 4 അതെന്താ? 4 സ്ക്വയർ. അതായത് 4 സ്ക്വയർ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം 4 2 ടൈംസ് ഉണ്ട് എന്നുള്ളതാണ് കേട്ടോ. 4നെ നമ്മൾ 2 പ്രാവശ്യം എഴുതുന്നു. ഓക്കെ, അങ്ങനെ 5 × 5 എഴുതാം, 6 × 6 എഴുതാം, 7 × 7 എഴുതാം. അങ്ങനെ ജനറലായിട്ട് പറഞ്ഞാൽ ഫോർ എനി നമ്പർ n എന്ന് പറയുന്നത് n ഈസ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ഏത് നാച്ചുറൽ നമ്പർ എടുത്താലും വി റൈറ്റ് n × n = n സ്ക്വയർ. അതായത് 4 × 4, എന്നിന് പകരം 4 × 4 എടുത്താൽ നമ്മൾ 4 സ്ക്വയർ എന്ന് എഴുതും. അപ്പോൾ ഏത് നമ്പർ എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ n എടുക്കുന്നത്. അപ്പോൾ n × n = n സ്ക്വയർ, വിച്ച് ഈസ് റീഡ് ആസ് n സ്ക്വയേർഡ്. മനസ്സിലായല്ലോ? ഇതിനെ നമുക്ക് n സ്ക്വയേർഡ് എന്ന് എഴുതാം. അപ്പോൾ ഏതൊക്കെ ഒരേപോലത്തെ 2 നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്കതിനെ എങ്ങനെ എഴുതാം? സ്ക്വയേർഡ്. അതായത് 4 ആണെങ്കിൽ 4 സ്ക്വയേർഡ്, 5 ആണെങ്കിൽ 5 സ്ക്വയേർഡ്, ഇങ്ങനെ നമുക്ക് എഴുതാം. ഓക്കെ, ക്യാൻ വി ഹാവ് ദ സ്ക്വയർ ഓഫ് സൈഡ് ലെങ്ത് 3/5 ഓർ 2.5 യൂണിറ്റ്? അതായത് നമുക്കിവിടെ 3/5-ൻ്റെയോ 2.5-ൻ്റെയോ സ്ക്വയർ യൂണിറ്റുകൾ സ്ക്വയർ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? യെസ്, ദർ ഏരിയ ഇൻ സ്ക്വയർ യൂണിറ്റ്സ് ആർ എന്താണ്? 3/5-ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? 3/5 ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 3/5-നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അതാണ് 3/5 × 3/5. എന്ത് കിട്ടും? 3 × 3 9, 5 × 5 25, 9/25 എന്ന് കിട്ടി. ഇനി 2.5-ൻ്റെ സ്ക്വയർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 2.5 ദ ഹോൾ സ്ക്വയർ എന്ന് വെച്ചാൽ എന്താ? 2.5-നെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 25 × 25 ചെയ്തിട്ട് 2 ഡെസിമൽ പ്ലേസസ് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 6.25 എന്ന് കിട്ടും. ഓക്കെ, 2.5 × 2.5 is 6.25.
അപ്പോൾ ഇപ്പം ഇവിടെ നമ്മൾ ചെയ്തത് ഒരു ഫ്രാക്ഷൻ്റെ സ്ക്വയറും ഇവിടെ ചെയ്തത് ഡെസിമൽ നമ്പറിൻ്റെ സ്ക്വയറുമാണ് അല്ലേ. അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് എപ്പോഴും നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറിനെയാണ് നമ്മളെപ്പോഴും പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത്. അതായത് 1 2 3 4 5 6 7 അങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയറിനെയാണ് നമ്മളെപ്പോഴും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ തന്നിട്ടുണ്ട് ദ സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആർ കോൾഡ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഫോർ എക്സാമ്പിൾ 1 2 3 4 5ൻ്റെ സ്ക്വയർ എന്ന് ഞാൻ പറഞ്ഞു. അതെന്താണ്? 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9, 4ൻ്റെ സ്ക്വയർ 16, 5ൻ്റെ സ്ക്വയർ 25. അപ്പോൾ 1 4 9 16 25 36 49 ഇതെല്ലാം എന്താണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് വെച്ചാൽ ഒരു നമ്പറിനെ ആ സെയിം നമ്പർ കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത്. ഇതൊക്കെ പാറ്റേൺ ആൻഡ് പ്രോപ്പർട്ടീസ് ഓഫ് പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഫൈൻഡ് ദ സ്ക്വയേഴ്സ് ഓഫ് ദി ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ് ആൻഡ് ഫിൽ ഇൻ ദ ടേബിൾ ബിലോ. അപ്പോൾ ആദ്യത്തെ 30 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയർ നമ്മളോട് എഴുതാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതാം. ഓരോന്നും ചെയ്ത് കാണിച്ച് ഞാൻ എഴുതുന്നില്ല, ജസ്റ്റ് ഒന്ന് എഴുതി പോകുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിവിടെ 1ൻ്റെ സ്ക്വയർ 1 ആണ് എന്ന് തന്നിട്ടുണ്ട്, 2ൻ്റെ സ്ക്വയർ 4 ആണ്, 3യുടെ സ്ക്വയർ 9 ആണ്, 4ൻ്റെ സ്ക്വയർ 16 ആണ്, 5ൻ്റെ സ്ക്വയർ 25 ആണ്. ഇനി 6ൻ്റെ സ്ക്വയർ എന്താണ്? 36, 7ൻ്റെ സ്ക്വയർ 49, 8ൻ്റെ സ്ക്വയർ 64, 9ൻ്റെ സ്ക്വയർ 81, 10ൻ്റെ സ്ക്വയർ 100. ഇനി 11ൻ്റെ സ്ക്വയർ 121, 12ൻ്റെ സ്ക്വയർ 144, അതായത് 12 ഇൻറ്റു 12 144, 13ൻ്റെ സ്ക്വയർ 13 ഇൻറ്റു 13 169, 14ൻ്റെ സ്ക്വയർ 14 ഇൻറ്റു 14 196, 15ൻ്റെ സ്ക്വയർ 225, 16ൻ്റെ സ്ക്വയർ 256, 17ൻ്റെ സ്ക്വയർ 289, 18ൻ്റെ സ്ക്വയർ 324, 19ൻ്റെ സ്ക്വയർ 361, 20യുടെ സ്ക്വയർ 400. ഇനി 21ൻ്റെ സ്ക്വയർ 441, 22ൻ്റെ സ്ക്വയർ 484. ഇനി 23യുടെ സ്ക്വയർ 529, 24ൻ്റെ സ്ക്വയർ 576, 25ൻ്റെ സ്ക്വയർ 625, 26ൻ്റെ സ്ക്വയർ 676, 27 സ്ക്വയർ 729, 28 സ്ക്വയർ 784, 29 സ്ക്വയർ 841, 30 സ്ക്വയർ 900. അപ്പോൾ നമുക്ക് ഈ തന്നിരിക്കുന്ന ടേബിൾ നോക്കിക്കഴിഞ്ഞാൽ ഈ നമുക്ക് കിട്ടിയ സ്ക്വയർ നമ്പേഴ്സിൻ്റെ ഒക്കെ യൂണിറ്റ് പ്ലേസിലെ നമ്പേഴ്സ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. യൂണിറ്റ് പ്ലേസിൽ എന്തൊക്കെയാണ് നമുക്ക് നമ്പേഴ്സ് കിട്ടിയിട്ടുള്ളത്? 14965 69410 ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ നമുക്ക് ഒന്ന് ഓർഡറിൽ എഴുതാം. എന്താ ഇവിടെ കിട്ടിയിരിക്കുന്നത്? 0 തൊട്ട് എഴുതാമേ. 0 1 4 5 6 9 അല്ലേ. 5 6 9 ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. 0 1 4 5 6 9 എല്ലാം സെയിം നമ്പറുകൾ മാത്രമാണ് കേട്ടോ. ഇവിടെ നോക്കിയേ 0 1 4 9 6 5 6 9 4 1 ഇതിലുള്ള നമ്പേഴ്സ് തന്നെയാണ് മുഴുവൻ അല്ലേ. അതേപോലെ ഇവിടെയും ആ സെയിം നമ്പേഴ്സ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. അതായത് 0 1 4 5 6 9 ഈ നമ്പേഴ്സുകൾ മാത്രമേ ഇതിൻ്റെ യൂണിറ്റ് പ്ലേസസിലുള്ളൂ. അപ്പം ഒരു പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ യൂണിറ്റ് പ്ലേസ് എൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? അല്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയറിൻ്റെ നമ്പേഴ്സ് എൻഡ് ചെയ്യുന്നത് 0 1 4 5 6 9 ഈ ഏതെങ്കിലും ഒരു നമ്പറിലായിരിക്കും. ഒരിക്കലും 2 3 7 8 ഈ ഡിജിറ്റ്സിൽ എന്ത് ചെയ്യത്തില്ല? പെർഫെക്റ്റ് സ്ക്വയർ എൻഡ് ചെയ്യത്തില്ല. അപ്പോൾ ഇത് ഓർത്ത് വയ്ക്കാൻ നിങ്ങൾക്ക് എളുപ്പമാണ്. ഇങ്ങനെ ഓർത്താൽ മതി. 0 1 4 5 6 9 ഇങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ. 0യും 1ഉം അടുത്തടുത്തുള്ള നമ്പേഴ്സാണ്. 4 5 6 അടുത്തടുത്തുള്ള നമ്പേഴ്സാണ്. പിന്നെ 9. അപ്പോൾ 0 1 4 5 6 9 ഇങ്ങനെ ഓർത്ത് വയ്ക്കുക കേട്ടോ.
അപ്പോൾ നമുക്കൊരു നമ്പർ തന്നിട്ട് അത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമുക്ക് തന്നിരിക്കുന്ന ഈ സ്ക്വയേഴ്സിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 0, 1, 4, 5, 6, 9 ഇതിലേതെങ്കിലും ഒരു നമ്പർ ആണോ എന്ന് നോക്കിയാൽ മതി. ഇനി ഈ നമ്പർ വരുന്ന നമ്പേഴ്സ് എല്ലാം പെർഫെക്റ്റ് സ്ക്വയർ ആകണമെന്നും ഇല്ല. നോക്കി, ഇഫ് എ നമ്പർ എൻഡ്സ് ഇൻ 0, 1, 4, 5, 6 or 9 ഈസ് ഇറ്റ് ഓൾവേസ് എ സ്ക്വയർ. ഇങ്ങനെ വരുന്ന ഈ നമ്പേഴ്സിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് എപ്പോഴും സ്ക്വയർ ആയിരിക്കുമോ എന്നാണ് അല്ലേ? അത് സ്ക്വയർ ആകണമെന്ന് നിർബന്ധമില്ല. ദ നമ്പർ 16 and 36 ആർ ബോത്ത് സ്ക്വയേഴ്സ് വിത്ത് 6 ഇൻ ദ യൂണിറ്റ് പ്ലേസ്. അപ്പോൾ നോക്കിയേ, 16ഉം 36ഉം ഈ രണ്ട് നമ്പേഴ്സും എന്താണ്? സ്ക്വയർ നമ്പേഴ്സാണ്. 6ൽ എൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസിൽ 6 വരുന്ന സ്ക്വയർ നമ്പേഴ്സാണ് 16ഉം 36ഉം. ഓക്കെ, ഇനി 26ൻ്റെ കാര്യം എടുത്താലോ? ഹൂസ് യൂണിറ്റ് ഡിജിറ്റ് ഈസ് ഓൾസോ 6. 26 എടുത്താലും അതിൻ്റെ യൂണിറ്റ് ഡിജിറ്റ് എന്താണ്? 6 ആണ്. പക്ഷേ 26 ഈസ് നോട്ട് എ സ്ക്വയർ. ദെയർഫോർ വി cannot determine if a number is a square just by looking at the digit in യൂണിറ്റ് പ്ലേസ്. അപ്പോൾ നമുക്ക് യൂണിറ്റ് പ്ലേസ് മാത്രം നോക്കിയിട്ട് നമുക്ക് ഇതൊരു സ്ക്വയർ നമ്പർ ആണോ എന്ന് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമുക്ക് കഴിയില്ല. ബട്ട് ദ യൂണിറ്റ് ഡിജിറ്റ് ക്യാൻ ടെൽ us when a number is not a square. പക്ഷേ യൂണിറ്റ് ഡിജിറ്റ് നോക്കിയിട്ട് നമുക്ക് എന്ത് പറയാനായിട്ട് സാധിക്കും? എപ്പോഴാണ് ഒരു നമ്പർ സ്ക്വയർ അല്ലാത്തത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇഫ് എ നമ്പർ എൻഡ്സ് വിത്ത് 2, 3, 7 or 8 then we can definitely say that it is not a square. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ 2, 3, 7 or 8 ഈ 4 നമ്പറിൽ ഏതെങ്കിലും ആണെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് പറയാം? ഈ നമ്പർ സ്ക്വയർ അല്ല എന്ന് നമുക്ക് പറയാം. പക്ഷേ 0, 1, 4, 5, 6, 9 ഇതിലേതെങ്കിലും ഒരു നമ്പർ ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ സ്ക്വയർ ആകാനുള്ള ചാൻസ് ഉണ്ട്. മനസ്സിലായല്ലോ? പക്ഷെങ്കിൽ സ്ക്വയർ ആകണമെന്ന് നിർബന്ധവും ഇല്ല. ഇവിടെ പറഞ്ഞ പോലെ 26ൻ്റെ യൂണിറ്റ് ഡിജിറ്റ് 6 ആണ്. പക്ഷേ 26 എന്തല്ല? സ്ക്വയർ നമ്പർ അല്ല. പക്ഷേ യൂണിറ്റ് ഡിജിറ്റിൽ 0, 1, 4, 5, 6, 9 ഇതിലേതെങ്കിലും ഒരു നമ്പർ വന്നാൽ അത് സ്ക്വയർ ആകാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ 2, 3, 7, 8 വന്നാൽ ഒരിക്കലും എന്താവത്തില്ല? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആവത്തില്ല. മനസ്സിലായല്ലോ ഇപ്പോൾ നിങ്ങൾക്ക്? ഇനി നമുക്ക് തന്നിരിക്കുന്ന ഈ ടേബിളിനകത്ത് ഇവിടെ നോക്കിയേ, 1ൻ്റെ സ്ക്വയർ എന്താണ്? 1ൻ്റെ സ്ക്വയർ 1 ആണ്. നോക്കിയേ, 9 സ്ക്വയർ 81 ആണ്. യൂണിറ്റ് ഡിജിറ്റിൽ എന്താണ്? 1 ആണ്. അതേപോലെ 11 സ്ക്വയർ യൂണിറ്റ് ഡിജിറ്റിൽ സ്ക്വയർ നമ്പറിൻ്റെത് 1 ആണ്. 19 സ്ക്വയർ ഇതിൻ്റെയും യൂണിറ്റ് ഡിജിറ്റിൽ 1 ആണ്. 21 സ്ക്വയർ ഇതിൻ്റെയും യൂണിറ്റ് ഡിജിറ്റിൽ 1 ആണ്. 29 സ്ക്വയർ ഇതിൻ്റെയും യൂണിറ്റ് ഡിജിറ്റിൽ എന്താണ്? 1 ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൽ യൂണിറ്റ് ഡിജിറ്റിൽ 1ഓ 9ഓ ആണെങ്കിൽ നമ്മുടെ സ്ക്വയർ നമ്പറിൻ്റെ യൂണിറ്റ് ഡിജിറ്റിൽ എന്തായിരിക്കും? 1 ആയിരിക്കും. ഓക്കെ, ദ സ്ക്വയേഴ്സ് 1 സ്ക്വയർ, 9 സ്ക്വയർ, 11 സ്ക്വയർ, 19 സ്ക്വയർ, 21 സ്ക്വയർ ആൻഡ് 29 സ്ക്വയർ all have 1 in the unit places. Write the notice that if a number has 1 or 9 in the unit place then its square ends in 0. അപ്പോൾ നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 1ഓ 9ഓ ആണെങ്കിൽ സ്ക്വയർ എൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? 1ലായിരിക്കും. മനസ്സിലായല്ലോ? അതാണ് ഞാനിവിടെ മുകളിൽ പറഞ്ഞത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൽ യൂണിറ്റ് പ്ലേസിൽ 1ഓ 9ഓ ആണെങ്കിൽ സ്ക്വയർ എൻഡ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? 1ലായിരിക്കും. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. അതായത് 1 or 9 ആണെങ്കിൽ എൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? 1ലായിരിക്കും. അതിന് നോക്കിയേ, 4ൻ്റെ സ്ക്വയർ 16, 6ൻ്റെ സ്ക്വയർ 36. അപ്പോൾ 4 വന്നപ്പോൾ സ്ക്വയർ എൻഡ് ചെയ്യുന്നത് 6ലാണ്. 6 വന്നപ്പോഴും സ്ക്വയർ എൻഡ് ചെയ്യുന്നത് 6ലാണ്. അതുപോലെ 14 വന്നപ്പോൾ നോക്കിയേ, നമ്മുടെ സ്ക്വയർ എൻഡ് ചെയ്യുന്നത് 6ലാണ്. അതേപോലെ 16 വന്നപ്പോഴും സ്ക്വയർ എൻഡ് ചെയ്യുന്നത് 6ലാണ്. 24ലും എൻഡ് ചെയ്യുന്നത് 6ലാണ്. 26ലും എൻഡ് ചെയ്യുന്നത് 6ലാണ്. അപ്പോൾ നമ്മുടെ നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 4ഓ 6ഓ ആണെങ്കിൽ സ്ക്വയർ നമ്പർ എൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? 6ലായിരിക്കും. അപ്പോൾ 4 or 6 ആണെങ്കിൽ എൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? 6ലായിരിക്കും. ഇവിടെ നോക്കിയാൽ 3യുടെ സ്ക്വയർ 9,
7ൻ്റെ സ്ക്വയർ 49. അപ്പോൾ 3യും 7ഉം വന്നപ്പോൾ എവിടെയാണ് എൻഡ് ചെയ്യുന്നത്? 9ലാണ് എൻഡ് ചെയ്യുന്നത് അല്ലേ? ഇതാ ഇവിടെ 1ൻ്റെ പ്ലേസിൽ 3 വന്നപ്പോൾ 9ൽ എൻഡ് ചെയ്തു. 1ൻ്റെ പ്ലേസിൽ 7 വന്നപ്പോൾ 9ൽ എൻഡ് ചെയ്തു. ഇവിടെ 1ൻ്റെ പ്ലേസിൽ 3 വന്നപ്പോൾ 9ൽ എൻഡ് ചെയ്തു. ഇവിടെ 7 വന്നപ്പോൾ 9ൽ എൻഡ് ചെയ്തു. അപ്പോൾ 3യോ 7ഓ ആണെങ്കിൽ എൻഡ് ചെയ്യുന്നത് എവിടെയായിരിക്കും? എൻഡ് ചെയ്യുന്നത് 9ലായിരിക്കും. അപ്പോൾ 3 or 7 ആണെങ്കിൽ എൻഡ് ചെയ്യുന്നത് 9ലായിരിക്കും. അപ്പോൾ 1ഓ 9ഓ ആണെങ്കിൽ സ്ക്വയർ നമ്പർ എൻഡ് ചെയ്യുന്നത് 1ലായിരിക്കും. 4ഓ 6ഓ ആണെങ്കിൽ എൻഡ് ചെയ്യുന്നത് 6ലായിരിക്കും. 3ഓ 7ഓ ആണെങ്കിൽ എൻഡ് ചെയ്യുന്നത് എപ്പോഴും 9ലായിരിക്കും. ഇനി നമ്മുടെ നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 5 ആണെങ്കിൽ നമ്മുടെ സ്ക്വയർ നമ്പർ എൻഡ് ചെയ്യുന്നത് എവിടെ തന്നെ ആയിരിക്കും? 5ലായിരിക്കും. ഇനി നോക്കി, ഇനി അടുത്തത് 4ൽ എൻഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? 2 വന്നാൽ നമ്മുടെ സ്ക്വയർ നമ്പർ 4ൽ എൻഡ് ചെയ്യും. 8 വന്നാലും സ്ക്വയർ നമ്പർ 4ൽ എൻഡ് ചെയ്യും. കണ്ടോ, ഇവിടെയും 2 വന്നപ്പം 4ൽ എൻഡ് ചെയ്തു. 8 വന്നപ്പോഴും 4ൽ എൻഡ് ചെയ്തു. ഇവിടെയും 2 വന്നപ്പം 4ൽ എൻഡ് ചെയ്തു. യൂണിറ്റ് പ്ലേസിൽ 8 വന്നപ്പോൾ നമ്മുടെ സ്ക്വയർ നമ്പർ 4ൽ എൻഡ് ചെയ്തു. അപ്പം ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ട് എഴുതി കാണിക്കാം. നമ്മൾക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 1ഓ 9ഓ ആണെങ്കിൽ നമ്മുടെ സ്ക്വയർ നമ്പർ 1ൽ എൻഡ് ചെയ്യും. ഇനി 2ഓ 8ഓ ആണെങ്കിൽ നമ്മുടെ സ്ക്വയർ നമ്പർ എവിടെ എൻഡ് ചെയ്യും? 4ൽ എൻഡ് ചെയ്യും. ഇനി 3ഓ 7ഓ ആണെങ്കിൽ നമ്മുടെ സ്ക്വയർ നമ്പർ 9ൽ എൻഡ് ചെയ്യും. പിന്നെ എന്താ ഉള്ളത്? 4ഓ 6ഓ ആണെങ്കിൽ നമ്മുടെ സ്ക്വയർ നമ്പർ 6ൽ എൻഡ് ചെയ്യും. ഇനി 5 ആണെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ 1ൻ്റെ പ്ലേസ് യൂണിറ്റ് ഡിജിറ്റ് 5 ആണെങ്കിൽ നമ്മുടെ സ്ക്വയർ നമ്പർ 5ൽ തന്നെ ആയിരിക്കും എൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമാണ്. ഇവിടെ ഇൻക്രീസ് ആകുന്നു, ഇവിടെ ഡിക്രീസ് ആയി വരുന്നു. 1 or 9 1ൽ എൻഡ് ചെയ്യും. 2 or 8 4ൽ എൻഡ് ചെയ്യും. 3 or 7 9ൽ എൻഡ് ചെയ്യും. 4 or 6 6ൽ എൻഡ് ചെയ്യും. 5 ആണെങ്കിൽ 5ൽ തന്നെ ആയിരിക്കും എൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും റൂളുകൾ നിങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ. ഇതൊക്കെ വിച്ച് ഓഫ് ദി ഫോളോയിങ് നമ്പേഴ്സ് ഹാവ് ദ ഡിജിറ്റ് 6 ഇൻ ദ യൂണിറ്റ് പ്ലേസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്ന നമ്പറിന് യൂണിറ്റ് പ്ലേസിൽ 6 വരുന്നത് ഏതൊക്കെയാണ്? 8 വന്നാൽ എന്താണ്? 8 വന്നാൽ യൂണിറ്റ് ഡിജിറ്റിൽ 4 ആണ് വരിക അല്ലേ? 8 വന്നാൽ യൂണിറ്റ് ഡിജിറ്റിൽ 4 ആണ് വരിക. ഇനി ഇവിടെ യൂണിറ്റ് ഡിജിറ്റിൽ 4 ആണ്. അപ്പോൾ 4 വന്നാൽ എന്തായിരിക്കും? 6 ആണ് വരിക. 6 വന്നാൽ എന്തായിരിക്കും? 6 തന്നെ വരും. ഇവിടെയും 6 ആണ്, അപ്പോൾ 6 തന്നെ വരും. 4 വന്നാൽ 6 വരും. 2 വന്നാൽ 4 വരും. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സിനാണ് യൂണിറ്റ് പ്ലേസിൽ 6 വരിക? നോക്കിയേ, ഏതൊക്കെയാണ്? 34 സ്ക്വയർ, 46 സ്ക്വയർ, 56 സ്ക്വയർ, 74 സ്ക്വയർ. അതായത് നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ 4ഓ 6ഓ ആണെങ്കിൽ സ്ക്വയർ നമ്പറിൻ്റെ യൂണിറ്റ് പ്ലേസിൽ എന്തായിരിക്കും വരിക? 6 ആയിരിക്കും വരിക. അപ്പോൾ ഇവിടെ 1ൻ്റെ പ്ലേസിൽ 4ഉം 6ഉം വരുന്ന നമ്പേഴ്സ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. നോക്കിയാൽ കൺസിഡർ ദ ഫോളോയിങ് നമ്പേഴ്സ് ആൻഡ് ദർ സ്ക്വയേഴ്സ്. ഇനി ഇവിടെ നോക്കിയാൽ 10 സ്ക്വയർ. ഇവിടെ നമുക്ക് 1 0 ആണുള്ളത്. 10 സ്ക്വയർ എന്ന് വെച്ചാൽ 100 ആണ്. അപ്പോൾ ഇവിടെ എത്ര 0 വന്നു? 2 zeros വന്നു. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൽ 1 0 ആണുള്ളതെങ്കിൽ സ്ക്വയർ നമ്പറിനകത്ത് എത്ര കാണും? 2 zeros കാണും. അതായത് ഡബിൾ കാണും. ഓക്കെ, ഇത് നോക്കിയാൽ ഇവിടെ 2 zeros ആണുള്ളത് അല്ലേ? 100ന് 2 zeros ഉണ്ട്. അപ്പോൾ സ്ക്വയർ നമ്പറിനകത്ത് എത്ര zeros വന്നു? 4 zeros വന്നു. 200 നോക്കിയാൽ എന്തായി? 40,000 ആയി. 700 എന്തായി? 700ൻ്റെ സ്ക്വയർ 49,000 ആയി. അതായത് 1 0 ആണെങ്കിൽ എന്താവും? സ്ക്വയർ നമ്പറിൽ 2 0 വരും. ഇനി നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൽ 2 zeros ആണെങ്കിൽ സ്ക്വയർ നമ്പറിൽ 4 zeros വരും. ഇനി നമുക്ക് തന്നിരിക്കുന്ന നമ്പറിൽ 3 zeros ഉണ്ടെങ്കിൽ സ്ക്വയർ നമ്പറിൽ എത്ര zeros വരും? 6 zeros വരും. അതായത്
നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ ഇരട്ടി സീറോസ് സ്ക്വയർ നമ്പറിനകത്ത് വരും. ഇഫ് എ നമ്പർ കണ്ടെയ്ൻ 3 zeros at the end, how many zero will its square have at the end? എത്ര വരും? 6 zeros വരും. What do you notice about the number of zeros at the end of a number and the number of zeros at the end of its squares? Will this always happen? Can we say that squares can only have an even number of zeros at the end? അപ്പോൾ നോക്കിയാൽ നമുക്കിവിടെ ഞാൻ പറഞ്ഞു ഒന്നാണെങ്കിൽ സ്ക്വയറിൽ 2 ആയിരിക്കും, ഇവിടെ 2 ആണെങ്കിൽ സ്ക്വയറിൽ 4 ആയിരിക്കും, ഇവിടെ 3 ആണെങ്കിൽ സ്ക്വയറിൽ 6 ആയിരിക്കും. അപ്പോൾ ഇതാ ഇവിടെ നോക്കിയേ, നമുക്കിവിടെ നമ്പറിനകത്ത് ഓഡ് നമ്പർ ഓഫ് സീറോസ് ആണെങ്കിലും ഈവൻ നമ്പർ ഓഫ് സീറോസ് ആണെങ്കിലും നമ്മുടെ സ്ക്വയർ നമ്പറിനകത്ത് എപ്പോഴും സീറോസ് എങ്ങനെയായിരിക്കും? ഈവൻ നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും, എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ. ഇനി 4 സീറോസ് ആണെങ്കിൽ 8 ആവും, പിന്നെന്താ 5 സീറോസ് ആണെങ്കിൽ 10 സീറോസ് ആവും, 6 സീറോസ് ആണ് ഇവിടെയെങ്കിൽ 12 സീറോസ് ആവും. അപ്പോൾ സ്ക്വയർ നമ്പറിനകത്ത് എപ്പോഴും ഈവൻ നമ്പർ ഓഫ് സീറോസ് ആയിരിക്കും ഉണ്ടായിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഇത്രയും മതി. ഇനി ബാക്കിയുള്ള പോർഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.